പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വലിയ ആഴ്ച, നാളെ ഓശാന ദിവസമാണ്, വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല കുമ്പസാരവും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഇത്തവണത്തെ വലിയ ആഴ്ച നമ്മുടെ ജീവിതത്തിലെ അതിൽ ഓരോ ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് ഓശാന തുടങ്ങി പെസഹ ബുധൻ, പെസഹ വ്യാഴം കുർബാന സ്ഥാപിച്ചത്, ദുഃഖവെള്ളി, പീഡാനുഭവ യാത്രകൾ, അതുപോലെ തന്നെ വലിയ ശനി, വെഞ്ചരിപ്പ് ശുശ്രൂഷകൾ, ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ കുറേ കൂടി അർത്ഥവത്തായ വിധത്തിൽ നമുക്ക് ആചരിക്കാൻ, ഇതൊരു ലെങ്തി ശുശ്രൂഷയാണെന്ന രീതിയിലല്ല, കുറേ കൂടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ യേശു മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത ഓർമ്മയാണ് ഉത്ഥാന തിരുനാൾ. ഈ ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 17:22. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. നമ്മൾ രാജാക്കന്മാരുടെ കയ്യിലെ മോതിരം, മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മെത്രന്മാരുടെ മോതിരം കണ്ടിട്ടില്ലേ? ഒരു മോതിരം നമ്മൾ മുത്തുന്നത് കണ്ടിട്ടില്ലേ? അതായത് മുദ്രമോതിരം എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. ഒരു പറയാണ്, അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. കൃഷ്ണമണിയുടെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ കണ്ണിലേക്ക് നോക്കി പെട്ടെന്ന് കടം റിഫ്ലക്സ് ആക്ഷനാണ്, പെട്ടെന്ന് നമ്മൾ കണ്ണടച്ചു പോകും അല്ലേ? അതുകൊണ്ട് ശരിക്ക് നമ്മളുടെ കാരുണ്യത്തെയും അതുപോലെ തന്നെ ദാനധർമ്മത്തെയൊക്കെ ശരിക്ക് കർത്താവ് വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ അറിവിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഔദാര്യം, അത് സമ്പത്തിൽ മാത്രമല്ല, സമയത്തിൻ്റെ കാര്യത്തിലുണ്ട് ദാനധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ അറിവിൻ്റെ കാര്യത്തിലുണ്ട്. ഇതെല്ലാം പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ മുമ്പുണ്ടായിരുന്ന ഒരു പാരീഷിലെ ഒരു ജോലിക്കാരാണ്. പക്ഷെങ്കിലും പള്ളിയുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരും അവർ. അപ്പോൾ ഞാൻ ചോദിക്കുകയും, ചിലപ്പോൾ അങ്ങനെ ജോലി ഇച്ചിരി കൂടി സൗകര്യമുള്ളവർ പോലും ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നു. ഇവരിങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് വെച്ചാൽ, പണത്തിൻ്റെ ദശാംശം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമയത്തിൻ്റെ ദശാംശം. സമയത്തിൻ്റെ ദശാംശം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ സമയം ആശുപത്രിയിലും കോടതിയിലുമായിട്ട് നമ്മൾ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. എനിക്കൊരു ഭയങ്കര ഉൾക്കാഴ്ചയായിരുന്നു സമയത്തിൻ്റെ ഒരു 10-1 എന്നുള്ളത്. അതുകൊണ്ട് ദാനധർമ്മം എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ കാരുണ്യം എന്നൊക്കെ പറയുമ്പോൾ അത് സമ്പത്തിൽ മാത്രമല്ല. ചിലപ്പോഴൊക്കെ ഇന്ന് നമ്മളത് സമ്പത്തിലാണ് ഇത് കടങ്ങി. സമ്പത്തിൽ മാത്രമല്ല സഹോദരങ്ങൾ, സമയത്തിൻ്റെ കാര്യത്തിലുണ്ട്, അറിവിൻ്റെ കാര്യത്തിലുണ്ട്, നല്ല മനസ്സിൻ്റെ കാര്യത്തിലുണ്ട്, വിട്ടുവീഴ്ചയുടെ കാര്യത്തിലൊക്കെ ഈ ദാനധർമ്മവും കാരുണ്യമൊക്കെ ഉണ്ട്. അതിനെല്ലാം സ്വർഗം നോക്കി കാണുന്നുണ്ട്. ഈശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ അവസാനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ നല്ല ആഘോഷമായ കുർബാനയിലൊക്കെ പങ്കെടുത്തേക്കണം. ഷോർട്ട് മാസിലല്ല നാളെ പങ്കെടുക്കേണ്ടത് കേട്ടോ. ഈശ്വരങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.